ഞങ്ങൾ ചോറുമായിട്ട് വന്ന് ഇന്ന് മോന് പഠിത്തമില്ല, അപ്പോൾ അവനെ കൊണ്ട് വന്നതാണ്. ഡോണ് കണ്ട ഉടനെ ഉള്ള സന്തോഷ പ്രകടനമാണ്. മഴ ആയതുകൊണ്ട് ഭയങ്കര മഴയാണ്, ഇപ്പോഴാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ ചോറുമായിട്ട് ഇറങ്ങി, സമയമൊന്നും നോക്കിയില്ല, മഴ തോന്നുന്നത് കൊണ്ട് ആ ഗ്യാപ്പിൽ ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് അഴിച്ചു വിടാം ഇച്ചിരി നേരം. എല്ലാവരും പറയുന്നത് അഴിച്ചുവിടാത്ത ഒരുപാട് കാരണങ്ങളുള്ളത് കൊണ്ടാണ്. ഇന്നിപ്പോൾ ഒന്ന് അഴിച്ചുവിട്ട് കൈയും കാലുമൊക്കെ ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കണ്ണ് കപ്പിക്കളഞ്ഞാൽ ഓടിയാൽ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. പിന്നെ പിറ്റേന്നായിരിക്കും. അത് അഴിച്ചു വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ പങ്കി അഴിച്ചു വിട്ട് അവളപ്പുറത്ത് മതിൽ പൊളിഞ്ഞ് കിടക്കുന്നിടത്തൂടെ ഇറങ്ങി ഓടിയിട്ട് റോഡിൽ 4 പാടും കിടന്ന് ഓടും. അപ്പോൾ വണ്ടിയുടെ കീഴിലൊക്കെ ചെന്ന് കയറാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അഴിച്ചു വിടാത്ത. ഇവരൊന്ന് കറങ്ങിയിട്ട് ഇനി തിരിച്ചു വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഇവർ വഴി തെറ്റിയൊക്കെ അങ്ങ് പോയിക്കളയും. ഓടി നടക്കുവാണ് പങ്കി, അവിടെ എവിടെയെല്ലാം കറങ്ങി നടക്കുക. അഴിച്ചുവിട്ട സന്തോഷത്തിന് എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്ത് നട്ടുവെച്ചാലും വലിച്ചു പറിച്ച് കളയുന്ന പരിപാടിയാണ് ഇതിനെല്ലാം. പങ്കിയും പിങ്കിയും എല്ലാം അത് തന്നെ പരിപാടി. കുറച്ച് ദിവസമായിട്ട് അഴിച്ചുവിടാത്തതുകൊണ്ട് മണം പിടിച്ച് പോവുക ഇവിടെ നിന്നാണ്. നമ്മൾ ആത്തിമരത്തിനകത്ത് ആത്തിക്ക പിടിച്ചു. കാന്താരിയും പിടിച്ച് ഇപ്പോൾ ഉണ്ട്. കാന്താരി പിടിച്ചിരിക്കുന്നു. ഡോണ് കൂടെ നടക്കുന്നുണ്ട്, എന്നാലും അവൾ കണ്ണ് കിട്ടിയ സ്ഥലം വിട്ടുകളെ. അവിടെ മതിലിൻ്റെ സൈഡിൽ ഇച്ചിരി വിടവുണ്ട്. അല്ലാതെ അഴിച്ചു വിടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ആൾക്കാർ. അഴിച്ചു വിട്ടവർ 4 പാടും പോയി തെറ്റി തിരിഞ്ഞ് നടക്കണ്ടല്ലോ. അതുകൊണ്ട് ആ മതിലിൻ്റെ സൈഡിൽ ആ ചാക്ക് കാണുന്നിടത്തൂടെ ഇവരങ്ങ് സ്ഥലം വിടും. അതാണ്ട അവിടെ വെച്ചിട്ട് വിടവുണ്ട്. കണ്ടോ, പാൻ നോക്കുന്നുണ്ടോ? ഇതാ പരിപാടി. ഞാൻ വിളിച്ചത് കൊണ്ട് ഇപ്പോൾ തിരിച്ചു വന്നതാണ്. ഇതാണ് കയ്യിരിപ്പ്, അല്ല ഒന്നുമല്ല. അഴിച്ചുവിട്ട് എങ്ങോട്ടെങ്കിലും ഓടിച്ചെന്ന് ഇവർ ഈ കെട്ടിയിട്ട് വളർത്തുന്നവരായതുകൊണ്ട് അഴിച്ചു വിടുമ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി വണ്ടിയുടെ കീഴിലൊക്കെ ചെന്ന് കയറും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കെട്ടിയിടുന്നത്. പിന്നെ ഇച്ചിരി നേരമൊക്കെ ഒന്ന് അഴിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ ഇതേപോലെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകിന് നടക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് വേറെ തിരക്കിനിടയ്ക്കുന്ന അവരെ ശ്രദ്ധിച്ചുകൊണ്ട് ഓടി വരുന്നത് ചോറ് കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. നമ്മൾ അഴിച്ചു വിട്ട് അവരെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ, ഇല്ലാതാക്കി കളയണ്ടല്ലോ. നമ്മൾ കറങ്ങി നടക്കുക. എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമെന്നുള്ള വകുപ്പ് നോക്കുക. വല്ല കുഞ്ഞു മാക്രിയോ വല്ല എന്തെങ്കിലും അതിൻ്റെ ഇടയിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അവൾ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. പൊറുതിയില്ലാതായതുകൊണ്ട് തന്നെ കാട് കയറും, പോച്ചയെല്ലാം കളിച്ച് ആകെ ഇതായി. ആളും അനക്കം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നാണ്. വയറ്റ് വേദന ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അത് പോച്ചയിൽ നിന്ന് കക്കി വെച്ച് കഴിഞ്ഞാൽ വയറ്റ് വേദന അങ്ങ് മാറും. ഇവിടെ എല്ലാം മഴയായതുകൊണ്ട് അലമ്പാട്ട് കിടക്കുക, വൃത്തിയാക്കാനൊന്നും പറ്റാത്ത കണ്ടീഷനാണ്. പങ്കിച്ച് അഴിഞ്ഞു പോയാലേ വലിയ വിഷയമാണ്. കാണുന്നവരുടെ ഇടയ്ക്കൊക്കെ പിടുത്തത്തിന് പോകും. പിങ്കിയാണെങ്കിൽ കുഴപ്പമില്ല, ഇവള് ഭയങ്കര പ്രശ്നകാരിയാണ്. പിന്നെ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും, വണ്ടിയുടെ കീഴിൽ ചെന്ന് കയറുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ കെട്ടിയിട്ടെന്നുള്ള ഒരു ഇതെല്ലാം ഉണ്ട്. അല്ലാതെ കുഴപ്പമില്ല, ആൾക്കാർക്ക് ശല്യം വരുന്നില്ല. പിന്നെ നമ്മൾ തിരക്കി നടക്കേണ്ടി വരും. പിന്നെ എന്തെങ്കിലും വണ്ടി തട്ടിയോ വല്ലതും ചെയ്താൽ അങ്ങനെ ഒരു വിഷമം വരും. അത് ഒന്നും വരത്തില്ലല്ലോ ഇതാകുമ്പോൾ. എല്ലാവരും അഴിച്ചുവിടെന്ന് പറയുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്.
പിന്നെ അതേപോലെ വന്ന് നിന്ന് കുറേ സമയം ഇന്നിപ്പം മോന് സ്കൂളിൽ പഠിത്തമില്ലാത്തതുകൊണ്ട് അവനെ കൊണ്ട് വന്നതാണ്. പിങ്കിയെ തൊടലിലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു പണിയും നടക്കത്തില്ല. അവൾ കിട്ടുന്ന അവസരം അന്നേരം സ്ഥലം വിട്ട് കളി. കൈയും കാലുമൊക്കെ അവിടെ തന്നെ കിടന്നാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും താഴെ ഇറങ്ങാനും ഒക്കെ സൗകര്യമുണ്ട്. അതല്ലേ കണ്ടില്ല വലിയ കുഴികളൊക്കെ എടുക്കുന്നതാണ് അമ്പിയെ. അവരല്ലാതെ അങ്ങ് പൂട്ടിയിട്ടേക്കുമല്ല, അവർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ താഴെ അവിടെ തൊടൽ നീട്ടിയിട്ടേക്കുന്നതുകൊണ്ട് സ്ഥലമൊക്കെ ഉണ്ട്. ഡോണിനെ പിന്നെ വിശ്വസിച്ചിടുക. അവൻ എന്തുവാന്ന് പറഞ്ഞാലും ഗേറ്റ് തുറന്നു കിടന്നാൽ പോലും അവൻ പോകത്തില്ല. അവൻ ഈ ഗേറ്റിൻ്റെ പുറത്തോട്ടുള്ള ഒരു കളിയില്ല. മറ്റവർ രണ്ടുപേരും അങ്ങനെയല്ല. പിങ്കിയാണ് ഈ അടുത്ത സമയത്ത് ഒരു ദിവസം പൊട്ടിച്ച് പോയിട്ട് നമ്മളറിഞ്ഞില്ല. എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് അടുത്ത വീട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴാണ് കിട്ടുന്നത്. നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അവിടെ നിൽക്കുക. വെളുക്കുന്നതിന് മുമ്പ് പിന്നെ ഞാൻ വന്ന് പിടിച്ച് പൂട്ടിയിട്ട് അത് ഊരിക്കൊണ്ട് പോയി. നമ്മളിത് കെട്ടിയിടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കവരെ വേണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അഴിച്ചു വിട്ട് എങ്ങോട്ടെങ്കിലും പോയി തെരുവ് പട്ടിയുടെ കടിയൊക്കെ കൊണ്ട് അല്ലെ വണ്ടിയുടെ കീഴിലൊക്കെ കയറി അവരില്ലാതായി പോകരുതെന്നുള്ളത് കൊണ്ടാണ്. കെട്ടിയിട്ടെന്നും പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അവർക്ക് കൈയും കാലും ഓടാനുള്ള അവസരമുണ്ട് അവിടെ, കൂട്ടിനകത്തൊന്നും അല്ലല്ലോ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും എടുക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. ഇതവരില്ലാതായി പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ അവരെ കൃത്യസമയത്ത് വന്ന് നോക്കി അടിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവരവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അഴിച്ചു വിട്ട് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി പിന്നെ വരെ നമുക്ക് നഷ്ടമായി പോയാൽ അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും അഴിച്ചുവിടെന്ന് പറയുമ്പോൾ നമ്മളത് ബാലം പിടിച്ച് വയ്ക്കുന്നത്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഞങ്ങളിവിടെ വന്ന് ഇവിടെ വൃത്തിയാക്കാൻ വരുമ്പോഴെല്ലാം ഞങ്ങൾ അഴിച്ചുവിട്ട് ഇതാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇപ്പം മഴ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ മോളും വരാനായിട്ടിരിക്കുമോ, മഴ ആയതുകൊണ്ട്. അല്ലെങ്കിൽ വന്ന് വൃത്തിയാക്കി അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി. മറ്റേ ആഴ്ച നമ്മൾ കുളിപ്പിക്കുന്നതാണ്. ഡോണിനെ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ കുളിപ്പിക്കുന്നതാണ്. ഇവരൊക്കെ ആഴ്ചയിലുള്ള ഇതേ ഉള്ളൂ. ഡോണും ബെല്ലയൊക്കെ 2 ദിവസം ഇരിക്കുമ്പോൾ കുളിപ്പിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയും വേണം. ഇനിയിപ്പോൾ അത് മോളും വരാനായിട്ടിരിക്കുക. മഴ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് ചൂലിട്ട് തൂത്താലൊന്നും നീങ്ങത്തൊന്നുമില്ല, മണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളാണ്. അല്ലാതെ ഇവർക്ക് കെട്ടിയിട്ടങ്ങ് വളർത്തണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം അവിടെ മതിൽ പൊളിഞ്ഞ് കുറച്ച് കിടപ്പുണ്ട്, അവിടെ മതിലിടണം. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ഞൊത്തു പോയാലേ അവിടെ കാന്താരിയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. കാന്താരിയും കറിവേപ്പും കൂടെ ഒന്നിച്ച് കളിച്ച് ഇതേപോലെ ഒരുപാട് വെച്ച് പിടിപ്പിച്ച് അതെല്ലാം ഇവർ കടിച്ചു പറിച്ച് കളയുന്നത്. ഡോണ് പിങ്കിയുടെ പുറയിൽ നിന്ന് മാറാതെ നടക്കുക. അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഇടയ്ക്ക് കടിയിടുന്നതാണ്. അവനൊന്നും ചെയ്തില്ല, പിങ്കി എടുത്തിട്ട് കടിക്കുന്നതാണ്. അവൻ കാവലിരിക്കുക. കാല് മുറിഞ്ഞല്ല, ആ തൊലി പോയുടെ അവൻ നക്കി ചോര വരാൻ തുടങ്ങി. അത് നല്ലതുപോലെ ഒന്ന് കെട്ടി വെച്ചാൽ മരുന്നൊക്കെ തേച്ച് കെട്ടി വെച്ചെങ്കിൽ അത് ഇരുന്നതിന് പുറത്തേനെ. ഇതിപ്പോൾ മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കെട്ടി വെച്ചാൽ അത് ഇരുന്ന് അവിഞ്ഞ് ചിലപ്പോൾ കൃമിക്കുകയോ വല്ലതും ചെയ്താൽ എന്ത് ചെയ്യും. അതുകൊണ്ടാണ് കെട്ടി വെക്കാത്തത്. ഇനിയിപ്പോൾ നമുക്ക് മരുന്നിട്ട് കൊടുക്കാം. മരുന്ന് നല്ല മരുന്നാണ്. അവന് നേരത്തെ ഏതായാലും മുറിവ് വന്നപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്ന മരുന്നാണ്. പശുവിനെ കൊണ്ട് നടക്കുന്ന പോലെ സിദ്ധാർത്ഥ് പിങ്കിയെ കൊണ്ട് നടക്കുന്നത്. ഇതിനൊന്നും കൊച്ചിലെ തൊട്ട് തന്നെ നമ്മൾ അഴിച്ചു വിടത്തില്ല. ഇത് ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധമൊന്നും ഇല്ലാത്തിട്ട് പങ്കിയും പിങ്കിയും കൂടെ കടിയിടും. വെള്ളമെല്ലാം കെട്ടിക്കിടക്കുന്നു. മോനതെല്ലാം കമത്തി കളയുന്നു. കൊതു മുട്ടയിടുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കമത്തി വെച്ചാണ്. ഡോൺ ഓടി വന്ന് അവൻ്റെ കൂട്ടിൽ കയറി. അവൻ്റെ കൂടാണത്. ബെല്ലയ്ക്ക് ഇപ്പുറത്തും രണ്ടുപേരും ഈ കൂട്ടിലായിരുന്നു. അവിടെ തുറന്നിട്ടേക്കുന്നുണ്ട്. ആ വീട് വരെ പൊളിച്ച് പിങ്കിയിട്ടേക്കുക.
ഷീജയമ്മയെ കാണാൻ പോയുണ്ട്. പിങ്കി ഷീജയമ്മയെ കാണാൻ പോകാതിരുന്നില്ല, അഴിച്ചു വിടാത്തതുകൊണ്ട് അവിടോട്ടൊന്നും പോകത്തില്ലായിരുന്നു. ഷീജയമ്മ അടക്കി വെക്കുന്ന സ്ഥലത്തോട്ട് പിങ്കി വേണമെങ്കിൽ ആ പോച്ച മൊത്തം പിഴുത് കളയും. അങ്ങനെ ഒരു അസുഖമുണ്ട്, എന്ത് കണ്ടാലും പിഴുത് കളയുന്ന പരിപാടിയുണ്ട്. പോച്ചയൊക്കെ വലിച്ചു പറിക്കുന്നുണ്ട്. ചിലപ്പോൾ വയറ്റുവേദന വന്നാലും തിന്നുകയും ചെയ്യും. എന്നാലും മൊത്തം എന്ത് നട്ട് വെച്ചാലും പിച്ചി അങ്ങ് കളയുന്നത്. കാന്താരി വരെ പിച്ചി അങ്ങ് എടുക്കുകയുള്ളു. ഒത്തിരി ദിവസമായില്ലേ ഷീജയമ്മ അടുക്കലോട്ടൊക്കെ ചെന്നത്. അവർക്കെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ കുറച്ച് ദിവസം ഇതായിരുന്നു. അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ എപ്പോഴും വരികയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് അവർ ഇച്ചിരി ടെൻഷനൊക്കെ മാറി. കൊണ്ട് കൂടുതലും ഡോണായിരുന്നു ഷീജയമ്മയുടെ അടുത്ത ആൾ. ഡോണിന് ഭയങ്കര വിഷമമായിരുന്നു. അവൻ കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണമൊന്നും കഴിച്ചതൊന്നുമില്ല. എന്താ കൂട്ടി കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കില്ലായിരുന്നു ഫുൾ ടൈം. അത് കണ്ടുകൊണ്ട് അവന് ഭയങ്കര വിഷമമായിരുന്നു. അവനവിടെ കിടന്നുകൊണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. പങ്കി ഉണ്ടാവും ഓളിനകത്തൂടെ പോകാനുള്ള വകുപ്പ് നോക്കുക. വിളിച്ചാൽ വരും. അവൾ ഓടാനുള്ള ശ്രമം നടത്തിയത് പോയെന്നറിയത്തില്ല. ഇടം കാണുന്നുമില്ല. പോയെങ്കിൽ പിന്നെ ജോലിപ്പാടാം. നാട്ടുകാരുടെ അടുക്ക പിടുത്തത്തിന് നിൽക്കണം നമ്മൾ. ഓച്ചിറ ടൗൺ ആയതുകൊണ്ട് അവ ഓടി അങ്ങ് അമ്പലത്തിലോട്ടോ റോഡിലോട്ടോ ഒക്കെ അങ്ങ് പോകും. ഇനി വന്നു ഇനിയിപ്പോൾ ഇനി വിട്ടാൽ ശരിയാകത്തില്ല. ഇനിയിപ്പോൾ കൈയും കാലും ഒക്കെ ഓടിയത് മതി. ഇനി പൂട്ടിയിടാം. അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയ ആൾക്കാരെടുക്ക ചുമ്മാ പിടുത്തത്തിന് വരും. അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ നാട്ടുകാരോട്ട് വഴക്കിന് നടക്കണം. ചിലപ്പോൾ ഓടിപ്പോയാൽ വണ്ടിയുടെ കീഴിലോട്ട് കയറാൻ ശ്രമിക്കും. പിന്നെ നിൽക്കുമല്ലോ, പിന്നെ അങ്ങ് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ്. അതുകൊണ്ട് ഇനി പൂട്ടിയിട്ടേക്കാം. ഡോണ് അവരുടെ പുറവിനെ കാണുന്ന ഓടിക്കുഴഞ്ഞ് അണയ്ക്കുക. മൊത്തം കാട് കയറി കരിയിലേയും പോച്ചയൊക്കെ ആയിട്ട് കിടക്കുക. മഴ ഇതായതുകൊണ്ട് നമുക്കൊന്ന് വൃത്തിയാക്കാനോ ഒന്നും പറ്റാത്തത്. ഭയങ്കര മഴയായിരുന്നു. എല്ലാം വെള്ളം പൊങ്ങിയേക്കുക. അതുകൊണ്ട് പിങ്കി തുറന്ന കുഴിയുണ്ടോ, കുഴിക്കകത്ത് വെള്ളം നിൽക്കുക. സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം നിൽക്കുക. എൻ്റെ തിണ്ണയും തുറന്ന് വെച്ച് ഞാൻ പിന്നെ ഒരു കട്ട എടുത്ത് വെച്ചേക്കും. അല്ലെങ്കിൽ അവളെപ്പോഴേ വീട് തുറന്ന് മാറ്റിയാണ്. JCB കുത്തിമറിക്കുന്ന പോലെ തുറന്ന് മറിക്കുന്നത്. ആ സിമെൻറ്റ് തറയൊക്കെ പൊളിച്ചെന്നുള്ളത് നമുക്ക് ഒരു ശകലം ഒന്ന് പൊളിഞ്ഞ് കിട്ടിയാൽ മതി. ബാക്കി അവളങ്ങ് പൊളിഞ്ഞോളൂ. കട്ട എടുത്ത് വെച്ചേക്കുവാൻ അവിടെ. അല്ലെങ്കിൽ അത് മൊത്തം എപ്പോഴേ അങ്ങ് കിഴക്കേറ്റം വരെ പൊളിച്ചാണ്. അവിടെ ഇത്രയും തുറന്ന് മണ്ണ് മൊത്തം മാറ്റി. അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ കുറേ നികത്തിയതാണ്. ഭയങ്കര കുഴിയായിരുന്നു. അതുകൊണ്ട് കട്ട വെച്ചേക്കുന്നതുകൊണ്ട് അവൾ തുറന്ന് മറിക്കുന്നുണ്ട്. പിന്നെ ഓട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞ് ഇനി വല്ലതും ഫുഡൊക്കെ കൊടുക്കാം. പാത്രമൊക്കെ കഴുകി ഫുഡ് കൊടുക്കാം. നമ്മളെവിടെ പോയാലും ഇവരുടെ ഈ ഇത് കാരണം കറക്റ്റ് സമയത്ത് ഓടി വരും. അതുകൊണ്ട് ലോങ് ഒന്നും പോകാനേ നിൽക്കുന്നില്ല ഇപ്പം. അടുത്തൊക്കെ ഉള്ള കാര്യങ്ങളോ അഥവാ ദൂരോട്ട് പോവുകയാണെങ്കിൽ പകരം എന്തെങ്കിലും ചെയ്യാതെ പോകാനും പറ്റത്തില്ല. പങ്കിയെ മേയ്ക്കുന്നത് ആരെങ്കിലും പകരം ആരെങ്കിലും ഒന്ന് ചോറ് കൊണ്ട് കൊടുന്ന് പറഞ്ഞാൽ പങ്കിയെ വലിയ പാടാണ്. അവൾ പെട്ടെന്ന് ആരുമായിട്ട് ഇണങ്ങത്തില്ലെന്ന് മാത്രമല്ല മനുഷ്യനെ കടിച്ചു കീർന്ന് പോകാം ഇവൾക്ക്. കണ്ട 10 വയസ്സുണ്ട് കേട്ടോ. മോൻ തന്നെ എന്ന് വയറ്റത്തെങ്ങാണോ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവൾ അന്നേരം കടിക്കാനായിട്ട് ചെല്ലും. പിങ്കി പിന്നെ കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല, സൈലൻ്റാണ്. കാക്ക വന്നിട്ടുണ്ട്. ചോറിൻ്റെ സമയം പാത്രം എടുത്തപ്പോൾ കാക്ക കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഡോണിൻ്റെ ചെവി മാത്രമേ ഉള്ളൂ ഇപ്പം. ബാക്കി ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുക.
അത് മറ്റേ കുളിപ്പിച്ച് അതിൻ്റെ രോമമൊക്കെ ഉണങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് ക്ഷീണം പോലെ തോന്നുന്നത്. ഇപ്പോൾ ഒട്ടിക്കിടക്കുമല്ലേ. ഇത് വേണ്ടി തുണി ഇട്ട് കൊടുത്താൽ അതെല്ലാം നാശമാക്കി കളഞ്ഞേക്കും. ഇനി അതെല്ലാം ഒന്ന് കഴുകിയിടണമെങ്കിൽ തന്നെ വെയിൽ കാണണം. ഇന്ന് ഇറച്ചിയല്ല, മീനാണ്, മത്തിയാണ്. അതുകൊണ്ട് നല്ല മണമാണ് ചോറിന് മത്തിയുടെ. ചൂടോടെ കൊണ്ടുവരുന്നതാണ്. ചൂടായതുകൊണ്ട് ചൂട് തണുക്കാതെ അവർ തിന്നത്തില്ല. എന്നാലും എല്ലാവർക്കും ഇട്ട് വെച്ച് കൊടുക്കുക. ഇന്നലെയൊക്കെ എല്ലാവരും ബാക്കി വെച്ചായിരുന്നു ചോറ്. ആ ടൂൾസ് കൊടുത്തത് കൊണ്ടായിരിക്കും ചോറ് കുറച്ച് ബാക്കി വെച്ചിരുന്നു. ഡോണിൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഡോണ് പിന്നെ കുഴപ്പമില്ല, ഗേറ്റ് തുറന്ന് കിടന്നാലും അവനെങ്ങും പോകത്തില്ല. അവന് അറിയാം ഇങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ സമയത്ത് ഫുഡൊന്നും കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് അവനെങ്ങും പോകത്തില്ല. അതുമല്ല, അവനെ തന്നെ തുറന്നും വിട്ടേക്കുമല്ലേ. വെട്ടിയിടുന്നവരാണ് അഴിച്ചു വിടുമ്പോൾ ഒന്ന് നാലുപാട് ഓടുന്നത്. അവനെ പിന്നെ തുറന്നും വിട്ടേക്കുന്നതുകൊണ്ട് അവന് പിന്നെ അങ്ങനെയുള്ള ഒരിതില്ല. മറ്റേ രണ്ടുപേരും കൂടെ അഴിച്ചു വിട്ട് വളർത്താൻ ഞങ്ങൾ നോക്കിയതാണ്. തമ്മി കടിയാണ് ഭയങ്കര. നമ്മൾ പിടിച്ചു മാറ്റാൻ പോലും പറ്റാത്ത രീതിയിൽ കടിച്ചു കളയും. അങ്ങനെ ഒരു ദിവസം കടിച്ചിട്ട് ഞാൻ വെള്ളച്ചെ പൊക്കി അങ്ങ് മേപ്പോട്ടെടുത്തത്. കടി വിടുന്നില്ല. താഴെ നിർത്തിയ അതിരെ കടിക്കുമെന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ പിന്നെ മേപ്പോട്ട് പൊക്കി അങ്ങ് എടുത്ത്. വെല്ലയും പിന്നെ ആരെയൊന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു. പങ്കിയുള്ള ആൾക്കാരെ കടിക്കാനായിട്ടിരിക്കുന്നത്. ഡോണ് പിന്നെ കുര വരയ്ക്കുമ്പോഴേ ആൾക്കാർ പേടിച്ചു പോകും. ചൂടായതുകൊണ്ട് മാറി നിൽക്കുന്നത്. ഭയങ്കര ചൂടാണ്. അവൻ ഓടിയാണെന്ന് എല്ലാവരും കയ്യിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നത് നമ്മൾ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നാനിട്ട് കിടക്കുക. അസൂയ ഇച്ചിരി ഉള്ള കൂട്ടത്തില്ല അവൻ. അവനെ ആകാവുള്ളെല്ലാം ചൂടാന്നിട്ട് അവനതിനകത്ത് പോയി തലയിട്ട്. അപ്പോൾ എല്ലായിടവും മഴയാണ് നമ്മുടെ നാട്ടിൽ. തോരാതെ പെയ്യുമായിരുന്നു. ഇപ്പം ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ചോറുമായിട്ട് നേരത്തെ ഇറങ്ങി ചോറുമായിട്ട്. അപ്പോൾ അവരെ ഒന്ന് അഴിച്ചു വിട്ട് എല്ലാവരും അങ്ങ് മെസ്സേജ് ഇടുന്നു, അഴിച്ചു വിടുന്നു. അഴിച്ചു വിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നിട്ട് പിടിച്ച് പൂട്ടിയതാണ്. ഇനി അവർക്ക് ഡോണിൻ്റെ കാലയിൽ ഇച്ചിരി മരുന്നിട്ട് കൊടുക്കുക. കാലൊന്ന് തുടച്ചിട്ടിടാനാണ് വിചാരിച്ചത്. അവന് മനസ്സിലായി മരുന്നിടാനാണ്. മുറിവ് നല്ല പുറത്തില്ലെന്നുണ്ടെങ്കിൽ മഴയും പിടിച്ച് പിന്നെ അലമ്പാവും ഇവർക്ക്. പ്രത്യേകിച്ച് ഡോണിനൊക്കെ ചെറിയൊരു മുറിവ് വന്നാൽ അത് പിന്നെ വലുതായിട്ട് മാറുന്ന സ്വഭാവമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ തരണം. നമ്മളിപ്പം വസ്തുവിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ ഇടാനുള്ള പരിമിതികളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇടാത്ത. ഉടനെ അതെല്ലാം പൂർവ്വതി ശക്തി